തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമ്മാട്. വാർത്തകൾ വിശദമായി. 1.20 കോടി രൂപയ്ക്കുള്ള കരാർ നഗരസഭ റദ്ദാക്കിയത് ലീഗിലെ ബിനാമികൾക്ക് വേണ്ടിയാണെന്ന് LDF. നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി LDF അനുയായികൾ. തിരൂരങ്ങാടി നഗരസഭയിലെ 1 കോടിയിലധികം രൂപയുടെ ഇലക്ട്രിഫിക്കേഷൻ വർക്കിന്റെ ടെൻഡർ നഗരസഭ റദ്ദാക്കിയത് നഗരസഭയിലെ ഭരണസമിതിക്ക് പുറത്തുള്ള ഏതാനും ലീഗ് നേതാക്കളുടെ ബിനാമി കമ്പനിക്ക് കരാർ മറിച്ചു നൽകിയതിനു വേണ്ടിയാണെന്ന് LDF ആരോപിച്ചു. നഗരസഭയുടെ ധനകാര്യ മാനേജ്മെന്റ് നടത്തുന്നത് നഗരസഭയ്ക്ക് പുറത്തുള്ള ഒരു കുറുവ സംഘമാണ്. കാലങ്ങളായി നഗരസഭയുടെ തനത് ഫണ്ടിന്റെ വിനിയോഗം തോന്നിയ പോലെയാണെന്നും നഗരസഭാ ചെയർമാനും സഹഭരണാധികാരികളും നോക്കുകുത്തികളാണെന്നും LDF ആരോപിച്ചു. നഗരസഭയുടെ ഈ പൊതുഫണ്ട് കൊള്ളയിൽ ഉന്നത ലീഗ് നേതാക്കൾക്കുള്ള പങ്കും സംശയാസ്പദമാണ്. നഗരസഭയിലെ കരാർ കൊള്ളയിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും LDF തിരൂരങ്ങാടി നഗരസഭാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ നഗരസഭാ മാർച്ച് ആവശ്യപ്പെട്ടു. പ്രകടനം CP നൌഫൽ അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് C ഇബ്രാഹിംകുട്ടി ഉദ്ഘാടനം ചെയ്തു. INL ജില്ലാ സെക്രട്ടറി CP അബ്ദുൽ വഹാബ്, CPM മണ്ഡലം സെക്രട്ടറി K മൊയ്തീൻ കോയ, പ്രതിപക്ഷ നേതാവ് CM അലി എന്നിവർ പ്രസംഗിച്ചു. കെടുകാര്യസ്ഥതയും അഴിമതിയും തുറന്നു കാട്ടുന്നതിന് LDF സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇതിനാധാരമായ വിഷയങ്ങൾ ഇതിനു മുമ്പ് പ്രസംഗിച്ച സഖാക്കളെല്ലാം വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും നമ്മൾ അറിയേണ്ട വിഷയങ്ങൾ, മുനിസിപ്പാലിറ്റി പാസ്സാക്കിയ മിഷൻ 40 എന്നുള്ളൊരു പദ്ധതി ഇപ്പോഴാണ് ശരിക്കും അതിൻ്റെ കുട്ടൻസ് നമ്മളൊക്കെ മനസ്സിലാക്കിയത്. അവസാനത്തെ 40 ദിവസം എത്രത്തോളം കക്കാൻ കഴിയും എന്നുള്ള ഒരു പദ്ധതിയായിരുന്നു അവർ നടപ്പാക്കിക്കൊണ്ടിരുന്നത് എന്ന് ഇതിലൂടെ അവർ തന്നെ തെളിയിച്ചിരിക്കുകയാണ്. പോകുന്ന പോക്കലും കൈയിട്ട് വാരി എന്തെല്ലാം കയ്യിൽ തടയുന്നു അതെല്ലാം എടുത്തുകൊണ്ട് പോകുക എന്നൊരു പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, വളരെ വിഷമകരമായ അടിയന്തരമായി പണി തീർക്കേണ്ട, അടിയന്തരമായി നിർവഹണം പൂർത്തിയാക്കേണ്ട 3 പദ്ധതികൾ. നമ്മുടെ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി, നമുക്കെല്ലാവർക്കും അറിയാം, ദിവസവും ആയിരക്കണക്കിന് രോഗികൾ വന്നു പോകുന്ന നമ്മുടെ ആസ്ഥാന ആശുപത്രിയാണ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി. ആ ആശുപത്രിയിൽ ഒരു ജനറേറ്റർ സ്ഥാപിക്കുക എന്നത് ആവശ്യമാണ്, അത്യന്താപേക്ഷിതമായ ഒരു പദ്ധതിയാണ്. ആ പദ്ധതി അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രിയിൽ ഒരു സോളാർ പാനൽ സ്ഥാപിക്കുക, തിരൂരങ്ങാടി നഗരസഭാ ഓഫീസിൽ ഇൻവേർട്ടർ സ്ഥാപിക്കുക. 3 പദ്ധതികൾ. ഈ 3 പദ്ധതികൾ ഗവൺമെന്റ് അംഗീകൃത അക്രഡിറ്റ് ഏജൻസികൾക്ക് മത്സരാടിസ്ഥാനമുള്ള ടെൻഡർ പ്രകാരം നൽകി കഴിഞ്ഞു. ആ നൽകിയ ടെൻഡർ അടിയന്തര കൗൺസിൽ സംഘടിപ്പിച്ച് അജണ്ട പാസ്സാക്കിക്കൊണ്ട് ആ ടെൻഡർ മരവിപ്പിക്കുകയാണ് ചെയ്തത്. ഇവർക്ക് ആവശ്യം താലൂക്ക് ആശുപത്രിയിൽ ജനറേറ്റർ സ്ഥാപിക്കുകയോ അവിടെ വരുന്ന രോഗികൾക്ക് ഗുണകരമായ സംവിധാനങ്ങൾ ഒരുക്കുകയോ എന്നതല്ല. ഈ പദ്ധതി നടപ്പിലാക്കിയാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും? അതാണ് ഇവർ വർഷങ്ങളായിട്ട് നഗരസഭാ ഓഫീസിനെ ഒരു കറവപ്പശു പോലെ കൊണ്ടു നടക്കുന്ന ഒരു സംഘമാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് അധികാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, കൗൺസിലർ ആയാലും കൗൺസിലർ ആയില്ലെങ്കിലും ഇവരുടെ ഭരണ സംവിധാനത്തിലെ എത്രത്തോളം 90% കൈയാളുന്ന ഒരു രീതിയാണ് ഭരണത്തിന്റെ സംഘടനാ സംവിധാനത്തിന്റെ മറവിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇപ്പൊ നമ്മളൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ കയ്യിൽ വോട്ടർ പട്ടിക ലഭിച്ചാൽ നമ്മളൊക്കെ ആദ്യം ചെയ്യുന്നത് വോട്ടർ പട്ടിക പഠിക്കും. നമുക്ക് ഉറപ്പിച്ച വോട്ടുകൾ, അതുപോലെ തന്നെ സാധ്യതയുള്ള വോട്ടുകൾ, കിട്ടാത്ത വോട്ടുകൾ സ്വാഭാവികമാണ്, അതൊക്കെ അടയാളപ്പെടുത്തും. പക്ഷെ നമ്മളെ ഡിവിഷനിലൊക്കെ എന്താ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ വോട്ടർ പട്ടിക കിട്ടിയ ഉടനെ പർച്ചേസ് ചെയ്യാനുള്ള വോട്ടുകളാണ് അവരെ അടയാളപ്പെടുത്തുന്നത്. കാരണം അവർക്കറിയാം, ഒരു ഗെയിമിലേക്ക് പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ, ഒരു ഗെയിമിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന് പ്രതിമടങ്ങായി അതിൽ നിന്ന് തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവർക്ക് ബോധ്യമായ ആളുകളാണ് ഈ പരിപാടി ചെയ്യുന്നത്. നമ്മുടെ ഡിവിഷനിൽ നടന്നതാണ് ഇത്, വെറും ആരോപണമല്ല. വോട്ടർ പട്ടിക കിട്ടി ഫസ്റ്റ് തന്നെ അവർ ടിക്ക് ചെയ്യുന്നത് അവർക്ക് പർച്ചേസ് ചെയ്യാൻ പോകുന്ന വോട്ടുകളാണ്. പക്ഷെ അവർക്ക് തെറ്റി ഉത്ബുദ്ധരായ ജനവിഭാഗം ജനാധിപത്യത്തെ ഒരിക്കലും കച്ചവടം ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ആദർശങ്ങളും നമ്മുടെ ഇവിടുത്തെ അനാസ്ഥകളും ജനങ്ങളുടെ മുമ്പിൽ നിർത്തി മാത്രമേ ഞങ്ങളെല്ലാം ഈ ഇലക്ഷനെ നേടുകയുള്ളൂ. അതിനേക്കാളും വലിയൊരു വിഷമകരമായ വളരെ വിഷമകരമായ ഒരു അനുഭവം
50% സംവരണമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ പ്രാവശ്യം വരെയൊക്കെ നമ്മളെ സ്ത്രീ സമൂഹം, നമ്മളെ സഹോദരികൾ ഞങ്ങൾ മത്സരിക്കാൻ നമുക്കൊരു അവസരം തരൂ എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് വന്നിരുന്ന അവസ്ഥയിൽ നിന്നും മാറി സ്ത്രീകൾ മത്സരിക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് പറയുമ്പോൾ ഒളിച്ചോടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ മുനിസിപ്പാലിറ്റിയെ സ്ത്രീകളെ വിടാന്, കൗൺസിലറായി സ്ത്രീകളെ വിടാന് വീട്ടുകാർ സമ്മതിക്കുന്നില്ല. ഈ ചുമരുകൾക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഈ മുനിസിപ്പാലിറ്റി ഭരണസമിതിയെ അധികാരത്തിലേറ്റാൻ വേണ്ടി വോട്ട് ചെയ്ത ജനങ്ങൾ മാണിച്ച് തല താഴ്ത്തേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഈ നഗരസഭ എത്തിയിരിക്കുന്നത്. ഈ ചുമരുകൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ മാണിച്ച് തല താഴ്ത്തേണ്ടി വരും. അത്രക്കും ആഭാസകരമായ സംഗതികളാണ് ഇതിനുള്ളിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഇതിനെല്ലാം അവർക്ക് പ്രചോദനമാകുന്നത് കൗൺസിലിൽ അവർക്ക് ഈ ജനങ്ങൾ നൽകുന്ന ഈ ഭൂരിപക്ഷമാണ്. ഈ ഭൂരിപക്ഷം എന്ത് തോന്നിയാസം അജണ്ടയായി കൊടുത്താലും ഇവിടെ പാസ്സാക്കിയെടുക്കാൻ കഴിയുമെന്ന് ഇവർക്ക് ബോധ്യമുണ്ട്. ഈ ബോധ്യത്തെ തടയിടേണ്ടത്, ഈ ബോധ്യത്തെ തിരുത്തേണ്ടത് തിരുവങ്ങാടി നഗരസഭയിലെ ഉത്പുത്തരായ ജനങ്ങളാണ്. ആ ജനങ്ങൾ ഇപ്രാവശ്യം ആ കർത്തവ്യം വളരെ ബോധ്യത്തോടെ തന്നെ നിറവേറ്റുമെന്ന് ഞങ്ങൾ കുറച്ച് വിശ്വാസമുണ്ട്. ബാലസുബ്രഹ്മണ്യം സ്വാഗതവും EP മനോജ് നന്ദിയും പറഞ്ഞു. മാർച്ചിന് K രാംദാസ്, നൌഫൽ തടത്തിൽ, MP ഇസ്മായിൽ, അബ്ദുറഹ്മാൻ കൂർമത്ത, ഖമറുദ്ദീൻ കക്കാട, മുഹമ്മദ് കുട്ടി ആപ്പ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 കാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.